5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേരളത്തിൽ ശബരിമല, ഗുരുവായൂർ, ഇപ്പോൾ ഈ തർക്കങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി കൂടൽമാണിക്യം തുടങ്ങി ചക്കുളത്തുകാവ്, ആറ്റുകാൽ ദേവീക്ഷേത്രം, ഇങ്ങനെ 33,000-ലധികം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ക്ഷേത്രങ്ങളിലും വലിയ വരുമാനമുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അടിസ്ഥാന സൗകര്യങ്ങളും കൂട്ടുന്നതിനപ്പുറം ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ഇടപെടുത്തേണ്ടതാണ്. അപ്പോൾ അന്നദാനം പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് അന്നദാനം സമ്പത്തുള്ളവരും കാശുള്ളവരും ഒക്കെ കഴിക്കുന്നു, അല്ല സാധാരണ ആളുകളും പോയി കഴിക്കുന്നുണ്ടല്ലോ, ആർക്കും പോയി കഴിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അന്നദാനം ഒരു സാമൂഹ്യ സദ്യ എന്നുള്ള നിലയിൽ സമൂഹത്തെ എല്ലാവർക്കും ഗുണം കിട്ടുന്ന നിലയിൽ അന്നദാനം ഇപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്രമാണെങ്കിൽ കല്യാണ മണ്ഡപം കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വെങ്ങാനൂർ തെരുവ് അല്ലെങ്കിൽ വെടിവെച്ചാങ്കുന്നത്തിലെ വെങ്ങാനൂർ തെരുവുകാർക്ക് അവർക്കൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ക്ഷേത്ര സമിതിയുമായി ബന്ധപ്പെടുത്തി ഓഡിറ്റോറിയം. അങ്ങനെ പല സ്ഥലങ്ങളിലും ഓഡിറ്റോറിയങ്ങൾ കെട്ടി ആ പ്രദേശത്തെ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹം നടത്താനും മംഗളകർമ്മങ്ങളൊക്കെ നടത്താനും മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി ആത്മീയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ക്ഷേത്ര കാര്യങ്ങളാണ് എല്ലാവർക്കും എടുത്തു കൊടുത്തത്. ഉടൻ തന്നെ പറഞ്ഞു, ഒരു 10-33 ക്ഷേത്രം കഴിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു ഇനി ക്ഷേത്രങ്ങളൊക്കെ മതി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ. അതോടൊപ്പം തന്നെ ഗുരുദേവൻ പറഞ്ഞ വിപ്ലവകരമായ മാറ്റം എന്താണ്? ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങണം. കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. വ്യവസായികളോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ പണം വെറുതെ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങണം. തൊഴിലാളികളോട് പറയുന്നുണ്ട്, ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങിയാൽ അവിടെ പിറ്റേ ദിവസം മുതൽ സമരം ആരംഭിക്കരുത്. ആ വ്യവസായ സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലമേ തൊഴിലാളിക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ. പിന്നെ അതിനേക്കാൾ മനോഹരമായൊരു ഉദാഹരണം ഗുരുദേവൻ പറയുന്നുണ്ട്. അതായത് ഒരു IAS-കാരനായിട്ട് സർക്കാർ ജോലി കിട്ടിയാൽ പോലും ആ IAS-കാരൻ മരിച്ചുപോയാൽ മക്കൾക്ക് ആ IAS ജോലി കിട്ടത്തില്ല. അവർ IAS കിട്ടണമെങ്കിൽ വേറെ പരീക്ഷ എഴുതി തന്നെ വരണം. ചിലപ്പോൾ സാധാരണ ജോലി കിട്ടും, വിദ്യാഭ്യാസം കുറവാണെങ്കിൽ വളരെ സാധാരണ ജോലി കിട്ടത്തുള്ളൂ. അതേസമയം ഒരു വ്യവസായി മരിച്ചുപോയാൽ മക്കൾക്ക് പിറ്റേ ദിവസം തന്നെ ആ വ്യവസായം ഏറ്റെടുക്കാൻ കഴിയും. അതുകൊണ്ട് വ്യവസായമാണ് നമുക്ക് വേണ്ടത്, തൊഴിലാണ് വേണ്ടത്. എല്ലാ ക്ഷേത്രങ്ങളോടും അനുബന്ധിച്ച് തൊഴിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, സഹകരണാടിസ്ഥാനത്തിലുള്ള തൊഴിലാണ് വേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ 33,000 വരുന്ന ക്ഷേത്രങ്ങളിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം SNDPക്കും ശിവഗിരി മഠത്തിനുമൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു 10-40% ക്ഷേത്രങ്ങളുണ്ടല്ലോ. നേരിട്ട് ഗുരുദേവൻ തന്നെ പണിയിച്ചിട്ടുള്ള 10-35 ക്ഷേത്രങ്ങളുണ്ടല്ലോ. നല്ല സമ്പന്നരായ ആളുകൾ SNDPയിലുണ്ടല്ലോ, മറ്റ് സമുദായങ്ങളിലുണ്ടല്ലോ. ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെടുത്തി മറ്റ് തർക്കങ്ങളും വഴക്കുകളും നമ്മുടെ സമയം അതിനുവേണ്ടി കളയാതെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങണം. ഇതെൻ്റെ അഭിപ്രായമല്ല, ഗുരുദേവൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളോടും അനുബന്ധിച്ച് മതപാഠശാലകൾ നടത്തണം. ഗുരുദേവൻ പറയുന്നത് ഉൾപ്പെടെയുള്ള ആത്മീയത പ്രചരിപ്പിക്കാൻ. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദു മത പാഠശാലകൾ നടത്താം. ആ ഉത്തരവ് ഇപ്പോഴും ഇരിപ്പുണ്ട് സർക്കാരിൽ. ആ ഉത്തരവെടുത്തുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദു മത പാഠശാലകളും ലൈബ്രറികളും തുറക്കട്ടെ. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും മണിക്കൂറുകൾ നിന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ ക്യൂവിലൊക്കെ. അപ്പോൾ അവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ, ഒരു വായനശാല ഉണ്ടെങ്കിൽ ആധ്യാത്മിക പുസ്തകങ്ങൾ വായിക്കാനും അതിൻ്റെ വീഡിയോകളും ഡോക്യുമെൻ്ററികളും കാണാനും ഒക്കെ അവസരമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എത്ര മനോഹരമായിരിക്കും, നല്ല രസകരമല്ലേ. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ വലിയ സാധ്യതയുള്ളതാണത്. സ്ഥലമുണ്ട്, സൗകര്യങ്ങളുണ്ട്, പണമുണ്ട്. അപ്പോൾ വലിയൊരു ഹാളും ആ ഹാളിൽ ഇരിക്കുവാനും അത് ഈ പറയുന്ന പുസ്തകങ്ങളും ആധ്യാത്മിക പുസ്തകങ്ങളുമൊക്കെ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ചട്ടമ്പിസ്വാമി അവരുടെ പേരിൽ തന്നെ ചെയ്യാവുന്നതാണ് മതപാഠശാല. അതുപോലെ ഓരോ സ്ഥലങ്ങളിലും കേരളത്തിലെ അമ്പലങ്ങളിൽ ഹിന്ദു മത പാഠശാല നടക്കണം. സനാതന ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് അവിടെ വരുന്ന അധിക വരുമാനമെടുത്ത് വ്യവസായങ്ങൾ തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ആത്മീയത, അറിവ്, തൊഴിൽ എത്ര മനോഹരമായിരിക്കും. ആത്മജ്ഞാനം, അറിവ്, തൊഴിൽ, പിന്നെ ആത്മീയത, വിദ്യാഭ്യാസം, വ്യവസായം എന്നുള്ള നിലയിലുള്ള മനോഹരമായ മുദ്രാവാക്യം ഹിന്ദുമത സമാജത്തിന് എടുക്കാൻ കഴിയട്ടെ. കഴിയുന്നത്ര ഹിന്ദു സമാജത്തിലുള്ളവർ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വലിയ വ്യവസായത്തെക്കുറിച്ച്, വൻകിട ഫാക്ടറികളല്ല ഉദ്ദേശിക്കുന്നത്, വ്യവസായത്തെക്കുറിച്ച് ചിന്തിക്കുക. വലിയ സാധ്യതയാണുള്ളത് ആ മേഖലയിൽ. തീർച്ചയായും ഹിന്ദു സമാജത്തിലുള്ള ആളുകൾക്ക്
തൊഴിലെടുക്കുന്നതിനും ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്നതിനും കഴിയുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ ഗുരുദേവൻ്റെ വാക്കുകൾ നമുക്ക് പ്രവൃത്തിപഥത്തിലെത്തിക്കാം. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വ്യവസായ സംരംഭങ്ങൾ വ്യാപകമാകട്ടെ.